വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് നമുക്ക് അവിടെ പോയി താമസിക്കണം, നമ്മൾ രണ്ടുപേരുമാണെന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൻ്റെ കാര്യമൊക്കെ വിഷ്ണു ഇരുന്ന് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാലിനി പെട്ടെന്ന് പറയുകയാണ്, അത് എനിക്ക് ഈ ശാസ്ത്രത്തിൽ വിശ്വാസമൊന്നുമില്ല, നമ്മുടെ സമയം എപ്പോൾ നല്ലതാണോ അപ്പോൾ നമ്മൾ എവിടെ നിന്നാലും ശരിയാവും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മയുടെ മുഖത്ത് വിഷ്ണു പറഞ്ഞ ഒരു ചമ്മലുകൊണ്ടാണ് ശാലിനി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അന്നേരം ശാരദാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിക്കും, ഞാൻ എന്തായാലും ഒരു ചുക്ക് കാപ്പി എടുക്കാമെന്നും പറഞ്ഞ് ശാരദാമ്മ ഇവരുടെ ആ ഒരു നാണമൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ പെട്ടെന്ന് ശാലിനിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല അമ്മ, ശാലിനി പറയുന്നുണ്ട് അമ്മ എന്ത് വിചാരിച്ചാണോ, അമ്മയുടെ മുന്നിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അന്നേരം അമ്മയൊന്നും വിചാരിക്കില്ല, പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി അവിടെ പോയി കിടക്കുന്ന കാര്യം പിന്നെ പറയാതെ അവിടെ പോയി പിന്നെ കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കാൻ പോവുകയാണോ എന്നൊക്കെ വിഷ്ണു ചൂടാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ശാരദാമ്മ വിചാരിച്ചൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ല ഇയാൾ എന്താ വിചാരിച്ചത് എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ ചോദിക്കുകയാണ് ശാലിനി അടുത്തേക്ക് നീങ്ങിക്കൊണ്ട്. അന്നേരം അയ്യോ ഒന്നും വിചാരിച്ചില്ലേ എന്നും പറഞ്ഞിങ്ങനെ ശാലിനി തൊഴുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, വീണ്ടും ഈ ശാലിനിയുടെ കയ്യിലൊക്കെ വിഷ്ണു പിടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രണ്ടാമതൊരു ജീവിതത്തിൻ്റെ ആദ്യ ദിവസമാണ് ഇന്ന് നമ്മൾ അവിടെ തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടത് അമ്മ വരുന്നു, ഇപ്പോൾ ചുക്കുവാപ്പിയൊക്കെ ആയിട്ട് വരുമെന്നിങ്ങനെ വീണ്ടും ശാലിനി പറയുകയാണ്. അന്നേരം അയ്യോ താൻ എത്ര മണ്ടിയായി പോയല്ലോ, ശാരദാമ്മ ഇവിടെ നിന്നും ഒഴിവായി പോകാനും നമുക്ക് വേണ്ടിയിട്ട് ഇത്തിരി സമയം തരാനും വേണ്ടിയിട്ടാണ് ചുക്ക് കാപ്പി എന്നൊക്കെ പറഞ്ഞു പോയത്. അത് മനസ്സിലാക്കാനായിട്ട് തൻ്റെ ഈ IAS ബുദ്ധിയൊന്നും വേണ്ട, സാധാരണ ഒരാളിൻ്റെ ബുദ്ധി മതി എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ രണ്ടാമത്തെ ജീവിതത്തിൻ്റെ ആദ്യ രാത്രിയാണ് ഇന്ന് എന്നിങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ വിഷ്ണു ശാലിനിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. ശാലിനി അതേപോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയാണെങ്കിൽ രാഘവൻ നായരുടെ വീട്. രാഘവൻ നായർ ഉമ്മർത്തിങ്ങനെ പടിയിലിരുന്ന് ശ്യാമയും ശാലിനിയും വിഷ്ണുവും എല്ലാവരും കൂടി അവർ ആ പഴയ വീട്ടിൽ ഒന്നിച്ച് കഴിഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ സത്യഭാമ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര ആലോചിക്കാൻ ചോദിക്കുമ്പോൾ മക്കളോടും മരുമക്കളോടും ഒക്കെ സ്നേഹമുള്ള അച്ഛന് കുറേയൊക്കെ ആലോചിക്കാനുണ്ടാവും എന്ന് പറയുമ്പോൾ, അപ്പോൾ എനിക്കത് ഇല്ല എന്നല്ലേ പറഞ്ഞു വന്നത് എന്നിങ്ങനെ പറഞ്ഞ് ഭാമ പറയുന്നുണ്ട്. അന്നേരം എന്താ ഇത്ര സംശയം, ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് സന്തോഷമായിട്ടാണ് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്, ഇപ്പോൾ പിന്നെ ആ സ്വത്തുക്കളൊക്കെ പോയി, നിൻ്റെ ഒരു എടുത്തുചാട്ടം കൊണ്ട് തന്നെയാണ് നമ്മൾ സ്വത്തുക്കളെല്ലാം പോയതും നശിച്ചത് മാത്രമല്ല നമ്മുടെ ഒത്തൊരുമയും സ്നേഹവും ഒക്കെയാണ് പോയിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലോ ശ്യാമ വെടിയേറ്റ് കിടക്കുന്നിടത്ത് നീ ഒന്ന് പോയി കാണുകയെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. പോയി കണ്ടില്ലെങ്കിലും ഒന്ന് വിളിച്ച് എന്തെങ്കിലും അന്വേഷിക്കുകയെങ്കിലും ചെയ്തു. ഇപ്പോൾ ആ സ്വത്തുക്കൾ തിരിച്ചു കിട്ടാനായിട്ട് കാരണം ശാലിനിയുടെ ബുദ്ധി കൊണ്ട് തന്നെയാണ്, അവൾ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് തിരിച്ചു കിട്ടിയത്. അവളുടെ അനിയത്തിയാണ് വെടിയേറ്റ് കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അനിയൻ കാണിച്ചതിന് എന്നെ കുറ്റം പറയണമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവൻ പിന്നെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറും, അവൻ ചതിക്കുമെന്നുള്ളത് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതല്ലേ, ഒന്നിച്ച് കളിച്ച് വളർന്ന എന്നോളം വിശ്വാസം നിനക്ക് ഇല്ലാതായി പോയല്ലോ, അവൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ, എന്നിട്ട് നീ തലവെച്ച് കൊടുത്തില്ലേ, പിന്നെ രോഹിത്തിൻ്റെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടം കൊണ്ട് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ആളെ കാണിക്കാനായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ രാഘവേട്ടൻ പോയി അന്വേഷിച്ചല്ലോ, കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് കഴിയുന്നു ഭാമയെന്നൊക്കെ ഇങ്ങനെ രാഘവൻ ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ പിള്ള ഓടിക്കൊണ്ട് രാഘവ സാറേ എന്നും പറഞ്ഞ് ഓടിക്കൊണ്ട് വരികയാണ്. ഇതിൽ നേരത്തെ സുബൈർക്ക മരിച്ചപ്പോൾ ഉണ്ടായ സംഭവം പോലെ ഇങ്ങനെ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം എന്താ എന്തെങ്കിലും ആപത്തുണ്ടായോ, തനിക്ക് കുട്ടിയോ വീട്ടിലൊന്നും പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പൊന്നി ഇറങ്ങി വരികയാണ്. അന്നേരം എനിക്ക് എൻ്റെ കുടുംബമൊക്കെ രണ്ടാമതല്ലേ ഉള്ളൂ, ആദ്യം ഇവിടുത്തെ കാര്യമല്ലേ, പിന്നെ ആ ഉപേന്ദ്രൻ സാറിൻ്റെ അനിയൻ വീണ്ടും അടങ്ങിയിരിക്കുന്നില്ല, വീണ്ടും രോഹിത് കുഞ്ഞിനെ വധിക്കാനായിട്ട് കൊല്ലാനായിട്ട് നോക്കി, വെടിയേറ്റെന്നോ വെടികണ്ടെന്നോ സീരിയസ് ആണെന്നോ ഒക്കെ പറയുന്നത് കേട്ടു എന്ന് പറയുകയാണ്. അന്നേരം ഭാമയും രാഘവനും കൂടെ അന്തം വിടുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, അയാൾ ഇനിയും അവൻ്റേത് മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ഭാമയെ നീ ഇത് കേട്ടില്ലേ, ഇതാണ് പറഞ്ഞത്, ഇനിയും അവൻ്റെ പക കൂടത്തേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവരോടൊപ്പം പോയി അവിടെ താമസിക്കാമെന്ന്, പ്രത്യേകിച്ച് ആൾ കൂടുന്നിടത്തേക്ക് അവൻ വരില്ല, പ്രത്യേകിച്ച് എൻ്റെ മുന്നിലേക്ക് വരാനായിട്ട് കുറച്ചൊക്കെ മടിക്കും, നീ ഒന്നും പറയുന്നില്ലല്ലോ ഭാമയും ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം, ഇപ്പോൾ ആ ഉപേന്ദ്രനെ മൂക്ക് കയറിടാനായിട്ട് ഇവിടെ ആരുമില്ല, അതിനെക്കുറിച്ച് ആലോചിക്കുന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊരു രോഹിത്തിന് വെടിയേറ്റു എന്നുള്ളത് അവിടെ ഒരു സംഭവമായിട്ട് കാണിക്കുന്നില്ല. അതിനി ഭാമേനെ അങ്ങോട്ടത്തേക്ക് കൊണ്ടുപോകാനായിട്ട് രാഘവൻ നായരും കൂടി പറഞ്ഞ ഒരിതാണോ എന്നുള്ളതും പറയുന്നില്ല.
ഇതേ സമയം രാത്രി തന്നെ അനൂപാണെങ്കിൽ നൂറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നൂറിങ്ങനെ അനൂപിൻ്റെ ഫോട്ടോ നോക്കി കട്ടിൽ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം നൂറിൻ്റെ മുറിയുടെ സൈഡിലേക്ക് അനൂപ് വന്നിട്ട് ജനലിൽ കൂടെ വിളിക്കുന്നുണ്ട്. അന്നേരം ആരാന്ന് ചോദിക്കുമ്പോൾ ജനലിങ്ങനെ ഓപ്പണായി കിടക്കുകയാണ്. തുറന്ന് അനൂപിനെ കാണുമ്പോൾ എന്തിനാ ഇങ്ങോട്ടത്തേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ സമയത്ത് തൻ്റെ കൂടെ ഞാൻ വേണ്ടേ, പിന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വാപ്പച്ചി എന്നും പറഞ്ഞ് നൂറൻ കരയുകയാണ്. അന്നേരം വിധിയാടോ, എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല, താൻ പുറത്തേക്ക് വന്നേന്ന് പറയുമ്പോൾ ഇല്ല അവരൊക്കെ കാണുമെന്ന് പറയുമ്പോൾ ആര് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല, താൻ പുറത്തേക്ക് വന്നേന്ന് പറയുമ്പോൾ നൂറ് ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് അനൂപിനെ കാണുമ്പോൾ നൂറ് ആകെ കരച്ചിലാണ്. ഇത്രയും കാലം ഞാനിവിടെ നിന്നത് എൻ്റെ വാപ്പച്ചി കൂട്ടായിട്ടാണ്, പക്ഷേ ഇപ്പോൾ വാപ്പച്ചി നമ്മൾ ഒന്നിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒഴിഞ്ഞു തന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ ഓർത്ത് നേറിയാണ് വാപ്പച്ചി മരിച്ചതെന്നും പറഞ്ഞ് നസീർക്ക തിരിച്ചു വരാത്തതിലും പിന്നെ മാമ എന്നോടാണ് ദേഷ്യം മുഴുവൻ കാണിക്കുന്നതെന്നും പറഞ്ഞ് നൂറങ്ങ് കരയുകയാണ്. അന്നേരം അനൂപ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി തന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അനൂപിനെ ചേർത്ത് പിടിക്കുകയാണ്. അനൂപ് നൂറിനെ ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയത്ത് അവിടെ ആ ഒരു ഭാഗത്ത് ലൈറ്റ് വീഴുന്നുണ്ട്. നസീറിൻ്റെ വാപ്പയും കുറേ ഒരു 3-4 ഗുണ്ടകളും കൂടി വരികയാണ്. അന്നേരം ഇവരെ കാണുമ്പോൾ രണ്ടുപേരും പേടിച്ചു പോകുന്നുണ്ട്. തുടർന്ന് ഈ നസീറിൻ്റെ വാപ്പ പറയുന്നുണ്ട്, നീ ഇവളെ ആശ്വസിപ്പിക്കാനായിട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ നീ വന്നതുപോലെ ഇവിടെ തിരിച്ചു പോകില്ല, നിനക്ക് പിന്നെ ഇവൻ്റെ ആശ്വസിപ്പിക്കൽ കേട്ടാലേ ഉറക്കം വരുവോളല്ലേടി ഒരുമ്പെട്ടവളെ എന്നും പറഞ്ഞിട്ട് നൂറിനെ ബലമായിട്ട് പിടിക്കുകയാണ് നസീറിൻ്റെ വാപ്പ. തുടർന്ന് വിടടോ എന്നും പറഞ്ഞ് അനൂപ് അവരെ ഇങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ബാക്കി ഗുണ്ടകളെല്ലാം കൂടി ചേർന്ന് അനൂപിനെ അങ്ങോട്ട് പിടിച്ച് നിർത്തുകയാണ്. അനൂപിന് അനങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അന്നേരം നൂറ് ആ നസീറിൻ്റെ വാപ്പയുടെ കൈ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അന്നേരം നിനക്ക് വാപ്പച്ചിയുടെ ചിതയുടെ തീ കെടും മുമ്പേ ഒളിച്ചോടണം അല്ലേടി എന്നും പറഞ്ഞ് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. തുടർന്ന് ഗുണ്ടകളോട് പറയുന്നുണ്ട്, അവൻ വന്നതുപോലെ ഇവിടെ തിരിച്ചു പോകരുത്, അവൻ്റെ കൈയും കാലും അടിച്ചൊടിക്കണം, കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ഈ ഗുണ്ടകളാണെങ്കിൽ അനൂപിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നസീറിൻ്റെ വാപ്പയാണെങ്കിൽ നൂറിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നൂറ് കൈ ഇടിയിക്കാനും രക്ഷപ്പെടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അനൂപ് പറയുന്നുണ്ട്, അവളെൻ്റെ ഭാര്യയാണ്, ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ നീ എവിടെ കൊണ്ടുപോകാനാണ്, ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നസീറിൻ്റെ വാപ്പ നൂറിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നത്. അത് നസീറിന് പിന്നെ അനൂപിനെ ഉപദ്രവിക്കണ്ടാനും കാണിക്കുന്നില്ല, പക്ഷേ നസീർ പറഞ്ഞനുസരിച്ച് അവർ ചെയ്യുമെന്ന് തോന്നുന്നു. അതിനുശേഷം കാണിക്കുന്നത് രാത്രി തന്നെ വിഷ്ണുവും ശാലിനിയും കൂടി ഇവിടെ അവരെ ആ വാടക വീട്ടിലേക്ക് എത്തുകയാണ്. വരുമ്പോൾ പുറത്തൊന്നും ആരെയും കാണുന്നില്ല, പക്ഷെ വാതിൽ പൂട്ടിയിട്ടില്ല, ലോക്ക് മാറ്റി ഇങ്ങനെ കുറ്റി ചെറുതായിട്ട് ഇട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ആരും ഇവിടെ കാണുന്നില്ല. വീട് തുറന്നു കിടക്കുകയാണല്ലോ എന്നും പറഞ്ഞ് അവരാണെങ്കിൽ ഡോറിങ്ങനെ തള്ളുന്നുണ്ട്. അന്നേരം അകത്തിങ്ങനെ പൂവൊക്കെ വെച്ച് വിഷ്ണു ശാലിനി ലവ് സിമ്പിളൊക്കെ വരച്ചേക്കുന്ന കാണുമ്പോൾ ഒരു അന്തം വിട്ട് കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം എന്താണെന്ന് നോക്കാമെന്നും പറഞ്ഞ് അവർ ആ പൂ ഇങ്ങനെ ഇട്ടിരിക്കുന്ന വഴിയെ ചെല്ലുമ്പോൾ റൂമിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. അന്നേരം അപ്പോൾ ഇവിടെ എന്തോ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയും കൂടി ആ റൂം അങ്ങോട്ട് തുറക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു മണിയറ പോലെ ആ റൂം ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കട്ടിലും പിന്നെ മുകളിലും ഒക്കെ ആയിട്ട് ആകെ അലങ്കരിച്ചിരിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം വിഷ്ണുവിട്ട് ഇതെന്താ, ഇതൊക്കെ കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ ആരാ ഇത് ചെയ്തത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ഇത് മറ്റാരും ആയിരിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമലിനും ജയശ്രീയും കൂടി വരുന്നുണ്ട്. ഇന്ന് എൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും കൂടി മണിയറ ഇറക്കാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഞാനതങ്ങ് മുതലെടുത്തു. അപ്പോൾ ഇവളും കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഇടാ ഇത് സിനിമയല്ല, ജീവിതമാണ്, ഇവിടെ മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം മാത്രം മതി, ഇങ്ങനെ ഇതൊന്നും വേണ്ട എന്ന് നടക്കുമ്പോൾ അതെ ആശാനെ, സിനിമ നമ്മൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അവിടെ ഹീറോ ഉണ്ടാവുകയല്ലേ, എൻ്റെ ഹീറോ എന്നും ആശാൻ തന്നെയാണ് ആശാനെ, ആശാൻ്റെ മുഖം ഒന്ന് കറുത്താൽ അപ്പോൾ ഹീറോയിനായിട്ട് ഏട്ടത്തിയമ്മ തന്നെയാണ്, മുഖം ഒന്ന് കറുത്താൽ എനിക്ക് നിങ്ങളാണ് ലോകം, നിങ്ങളെ വിട്ട് എനിക്കൊരു ലോകം ഇല്ല എന്ന് പറയുമ്പോൾ കമലിൻ്റെ ശബ്ദമൊക്കെ എങ്ങോട്ട് ഇടറുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് കമലിനെ, എന്നെ അധികം ആരും സ്നേഹിക്കാത്തത് കൊണ്ടാവാം എനിക്ക് ഇത്ര സ്നേഹമെന്ന് പറഞ്ഞ് കമലിനങ്ങോട്ട് കരയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ചുമ്മാ ഇരടാ, എന്നെ കൂടെ കരയിപ്പിക്കാനായിട്ട് നല്ലൊരു ദിവസമായിട്ട് എന്ന് പറയുമ്പോൾ ശാലിനിയും പറയുന്നുണ്ട്, നമ്മുടെ സന്തോഷമല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ കരയാമോ, ദേ അവളും നിന്ന് കരയുന്നു, നീ കമലിൻ്റെ സങ്കടമൊക്കെ കണ്ടിട്ട് ജയശ്രീയും കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീരൊക്കെ തുടയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ഇന്നിപ്പോൾ സന്തോഷമാണ്, നമ്മുടെ സന്തോഷമല്ലേ വേണ്ടതെന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഇന്നിപ്പോൾ നിങ്ങളുടെ ദിവസമാണ്, മധുര സ്വപ്നങ്ങളൊക്കെ കണ്ട് നിങ്ങളങ്ങോട്ട് പുതിയ ജീവിതത്തിലേക്ക് പറന്നു വരും, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വിട്ടോ എന്ന് പറഞ്ഞിട്ട് ജയശ്രീയും കൊണ്ട് കമലിനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് വിഷ്ണു
വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കിയാണ്, ശാലിനി വിഷ്ണുവിനെ ഇങ്ങനെ കണ്ണിൽ കണ്ടി നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം കമല അവിടെ നിന്ന് ഇങ്ങോട്ട് ഹാളിലോട്ട് ഇറങ്ങുമ്പോൾ അയ്യോ ഇത്രയും പൂ ബാക്കിയുണ്ടോ, ഒരു കൊട്ടയിൽ പൂ കുറേ ഇരിക്കുന്നു, അത് ഇത് കൊണ്ടുപോയി ഒന്നുകൂടി അലങ്കരിക്കാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പകുതി വഴിയിലേക്ക് ചെല്ലുകയാണ്. അതിന് വേണ്ട, ഇതിനി കൊണ്ടു ചെന്ന് അവരെന്ത് വിചാരിക്കും, ഇനി വേറെ മുറി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ജയശ്രീയോട്. അപ്പോൾ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഒരു ശാന്തി മുഹൂർത്തം കൂടി സെറ്റ് ചെയ്യാനായിട്ട് വഴിയുണ്ടോ എന്നറിയാനാണ് എന്ന് പറയുമ്പോൾ എങ്കിലേ പുറത്തേക്ക് പോയട്ടെ എന്ന് പറഞ്ഞ് ജയശ്രീ പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ പോവാല്ലേ, ഓട്ടോ എങ്കിലും അലങ്കരിക്കാം, പൂ എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് താൻ ഇറങ്ങുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനും ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ വെട്ടമൊക്കെ റോഡിൽ കുറവാണെന്നിങ്ങനെ കമലം പറയുന്നുണ്ട്. അന്നേരം സ്ട്രീറ്റ് ലൈറ്റ് നല്ലോണം ഉണ്ട്, ചെന്നാട്ടെ എന്ന് പറയുമ്പോൾ അന്ന് രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ശാലിനിയും കൂടി കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം അവൻ എന്തൊക്കെ എവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത്, അവന് എന്നെയും കൂടി സങ്കടമാക്കി, അതുകൊണ്ട് ഞാൻ ഒന്നും ശ്രദ്ധിച്ച് കേട്ടില്ല എന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്താ പറയാനുള്ളത്, വിഷ്ണുവേട്ടനെ അവനാണെങ്കിൽ സ്വന്തം ഏട്ടനെ പോലെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ഇന്ന് വിഷ്ണുവേട്ടൻ തള്ളി പറഞ്ഞാൽ നാളെ അവൻ്റെ മുന്നിൽ ഒരു ജീവിതമില്ല, അവൻ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്യും എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ ചങ്കല്ലേടി, കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ പിന്നെ ഉണ്ടാക്കിയതല്ലേ, എൻ്റെ മനസ്സ് വായിച്ചറിയുന്ന ചങ്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് എന്നെ കൂട്ടുകാരൻ വേണ്ടി വന്നുമില്ലേ, അപ്പോൾ ഞാനോ എന്നിങ്ങനെ ശാലിനി പിണക്കത്തോടെ ചോദിക്കുകയാണ്. അന്നേരം നീ എൻ്റെ പാതിയല്ലേ എന്നും പറഞ്ഞ് ശാലിനിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് വിഷ്ണുവാണെങ്കിൽ. ആ പെങ്കൊച്ചും അവനും കൂടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, നമുക്കിങ്ങനെയൊന്ന് കാര്യം പറഞ്ഞാൽ മതിയോ എന്നും പറഞ്ഞ് ശാലിനി വട്ടം ചുറ്റി പിടിക്കുകയാണ് വിഷ്ണു. അന്നേരം ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള പഴയ ദിവസങ്ങളാണ്, ആദ്യ ദിവസങ്ങളാണെന്ന് പറയുമ്പോൾ അവർ വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള ഒരു പഴയ സീനൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇരുന്നാൽ മതിയോ, നമുക്ക് കിടക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ശാലിനിയും ചുറ്റി പിടിച്ചുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ കട്ടിലേക്ക് വീഴുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. സത്യഭാമ അവിടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്, പൊന്നിയും കൂടെ ചേർന്ന് അടുക്കളയിൽ. അപ്പോൾ പുതിയ പലഹാരങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കുന്നുണ്ട്, ലഡയും കൊഴുക്കട്ടയും ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പൊന്നി ചോദിക്കുന്നുണ്ട്. നമ്മൾ എണ്ണ പലഹാരം മാറ്റിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ എണ്ണയ്ക്കൊക്കെ ഇത്രയും വില കൂടി നിൽക്കുമ്പോൾ നമ്മൾ ശുദ്ധമായ എണ്ണയിലാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞ് ആരും വിശ്വസിക്കത്തൊന്നുമില്ല, പിന്നെ ഇതും കൂടി പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് രാഘവൻ നായർ ഒരുങ്ങി റെഡിയായി വരികയാണ്. അന്നേരം ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ, എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ് രാഘവൻ നായർ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്കാണോ ചോദിക്കുമ്പോൾ അതേ ഭാമയെ, അവനെ ഒന്ന് പോയി കാണണ്ടേ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ, എന്തായാലും മോനെ പോലെ നോക്കിയതല്ലേ എന്ന് പറഞ്ഞ് രോഗത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട, നമ്മളെ ഈ അവസ്ഥയിലാക്കിയത് അവൻ തന്നെയാണ്, പത്മാവതി എന്നെ ഏൽപ്പിച്ചിട്ട് മകനെ പോലെ നോക്കണമെന്ന് പറയും, മകനായിട്ട് തന്നെയാണ് ഞാൻ നോക്കിയത്, ഈ സുസ്മിത ഉപേന്ദ്രനൊക്കെ എന്നാണ് അവൻ്റെ കാര്യങ്ങൾ നോക്കിയത്, അതിനു മുന്നേ ഞാനല്ലേ നോക്കി, എന്നിട്ട് അവൻ എന്താ ചെയ്തത്, എന്നാ നമ്മുടെ ഈ വിധമാക്കിയില്ലേ എന്ന് പറഞ്ഞ് അപ്പം ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം അതിനൊക്കെയോ മാപ്പ് പറഞ്ഞ് എല്ലാം തിരിച്ചു തന്നില്ലേ, എന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ അവൻ കിടക്കുമ്പോൾ ഒന്ന് പോയി കാണണ്ടേ, വെറുക്കാതെയെങ്കിലും നിനക്ക് ഇരുന്നുകൂടെ, കർക്കശക്കാരനായ അച്ഛൻ്റെ മുൻപിൽ മക്കൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് അമ്മയല്ലേ, അപ്പം നിൻ്റെ വാശിയൊക്കെ ഒന്ന് മാറ്റിപ്പിടി, നീ ഇപ്പോൾ എതിര് പറഞ്ഞാലില്ലെങ്കിലും നീ ഒന്നും പറയണ്ട, ഞാൻ എന്തായാലും അവനെ ഒന്ന് പോയി കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് രാഘവൻ നായർ പതിയെ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ഹാളിൽ അങ്ങോട്ട് എത്തുമ്പോൾ ഭാമ ഇവിടെ പൊന്നിയോട് പറയുന്നുണ്ട്, പൊന്നി ഇതൊക്കെ എടുത്ത് പാക്കറ്റിലേക്ക് വെക്ക്, കൊടുക്കേണ്ടതൊക്കെ ഞാൻ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, കടകളുടെ പേരെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാഘവൻ നായർ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കൂടി രാഘവേട്ടൻ്റെ കൂടെ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ രാഘവൻ നായർക്ക് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും കിടക്കും എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞതിനൊക്കെ പ്രയോജനം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അന്നേരം ഭാമ വിളിച്ച് പറയുന്നുണ്ട്, അവിടെ നിൽക്കി, ഞാൻ കൂടി വരുന്നു എന്ന്. തുടർന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ അനൂപിനാണെങ്കിൽ നസീറിൻ്റെ വാപ്പയുടെ ഗുണ്ടകൾ ഇങ്ങനെ കസേരയെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അന്നേരം അനൂപ് ഉറങ്ങാതിരിക്കാനായിട്ട് തലവഴി വെള്ളമൊക്കെ ഒഴിക്കുകയാണ്. അന്നേരം എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യല്ലേ എന്നൊക്കെ അനൂപ് കരഞ്ഞ് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹമീദിനെയും കൂട്ടിക്കൊണ്ട് നസീറിൻ്റെ വാപ്പ വരുന്നുണ്ട്. എന്നിട്ട് ഹമീദ് വഴിക്ക് വെച്ച് പറയുന്നുണ്ട്, ഞാനൊരു പോലീസുകാരനായിട്ടല്ല തൻ്റെ സുഹൃത്തായിട്ടാണ് വരുന്നത്, താനിപ്പോൾ കാണിക്കുന്നത് മേളാളന്മാരുടെ ഒരു നയമാണ് കാണിക്കുന്നത്, അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട്, പിന്നെ വെറുതെ ആണെങ്കിൽ ഞാൻ കൂടെ വന്നു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ വേറെ കുഴപ്പത്തിലേക്കൊന്നും ചാടരുതെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. തുടർന്ന് നസീറിൻ്റെ വാപ്പ അനൂപിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകൻ എന്ത് ചെയ്തു, നിങ്ങളൊന്നും ചോദിച്ചാലും അവൻ പറയില്ല, അത് പോലീസുകാരൻ തന്നെ വേണം എന്ന് പറയുമ്പോൾ ഹമീദ് ചോദിക്കുന്നുണ്ട്, നീ നസീറിനെ എന്ത് ചെയ്തു, എങ്ങനെയാണ് കൊന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, നസീറിനെ കാണാനാകുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ബാംഗ്ലൂരിലായിരുന്നു, എൻ്റെ അമ്മയുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതൊക്കെ വിട്ടിട്ട് ഞാൻ ഇവിടേക്ക് വരുമോ, ഞാൻ പറയുന്ന വിശ്വസിക്കുമെന്ന് പറഞ്ഞ് അനൂപ്
ആകെ അങ്ങ് അവശനാണ്. അന്നേരം നസീറിൻ്റെ വാപ്പയ്ക്ക് ദേഷ്യം വരികയാണ്. അനൂപിൻ്റെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. പറയടാ എൻ്റെ മകൻ എവിടെയെന്നും പറഞ്ഞിട്ട്, നീ എവിടെയാണ് കൊന്നു കുഴിച്ചു മുടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അനൂപിന് ശ്വാസം മുട്ടുന്നുണ്ട്. ഹമീദ് പിടിച്ച് മാറ്റുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ ചോദിച്ചാലും എനിക്കിതൊക്കെ അറിയത്തുള്ളൂ, ഞാനിവിടെ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ വിഷ്ണുവിന് എന്താണ് റോള്? പിന്നെ നൂറിനെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നാണോ അബദ്ധം പറ്റിയത്? മകൻ നഷ്ടപ്പെട്ട ഒരു വാപ്പയാണ് നിൽക്കുന്നത്, നിനക്ക് ഇവിടെ നിന്ന് നീ പുറം ലോകം കാണാനായിട്ട് സാധിക്കില്ല, നിനക്കുള്ളത് പറയുമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ എങ്ങനെയൊക്കെ ചോദിച്ചാലും ഇതേ അറിയത്തുള്ളൂ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങ് തല്ലിക്കൊല്ലി, ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നതിനേക്കാളും ഇതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അനൂപനങ്ങ് ദേഷ്യവും വരുന്നുണ്ട്. നസീറിൻ്റെ വാപ്പ അനൂപിനെ നെഞ്ചിൽ ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം ഒരുവിധം ഹമീദാണെങ്കിൽ ഈ അബൂബക്കറിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവനിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ എൻ്റെ മകനെ എവിടെ പോയി അന്വേഷിക്കും, അവനെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, ഇനി വരാത്ത വിധം അവനെ വിരട്ടി വിട്ടേര്, നമുക്ക് അന്വേഷിക്കാമിടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് നസീറിൻ്റെ വാപ്പ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ മാറി നിന്നിട്ടാണ് അനൂപിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതേസമയം ഈ അനൂപിനെ ആണെങ്കിൽ ഈ ഗുണ്ടകൾ തലവഴിയെ ബക്കറ്റിൽ കൂടെ വെള്ളം ഒഴിച്ചങ്ങ് ആകെ അവശനാക്കി ഉപദ്രവിച്ചിട്ടിരിക്കുകയാണ്. ഇതേസമയം വിഷ്ണു ശാലിനിയും കൂടെ കളക്ടറേറ്റിലേക്ക് എത്തുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആരൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ വിഷ്ണു ഇങ്ങനെ ടയറൊക്കെ നോക്കുന്നുണ്ട്, വണ്ടിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഈ സമയത്ത് അവിടെ നിൽക്കുന്നവരൊക്കെ ഇവർ നോക്കി ചിരിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ അടക്കമൊക്കെ പറയുന്നുണ്ട്. എന്നാലും കാണിച്ച് മോശമായിപ്പോയി, ഓഫീസല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ ഭാര്യയും ഭർത്താവും അല്ലേ എന്നിങ്ങനെ മറ്റേ ആൾ പറയുന്നുണ്ട്. എന്നാലും ഇതിനൊക്കെ ഒളിവും മറവൊക്കെ വേണ്ടേ, അതൊക്കെ വീട്ടിലല്ലേ എന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്ന ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തൊക്കെ ആരൊക്കെ അവിടെ എവിടെ നിന്ന് പറയുന്നത്. എന്നാൽ ശാലിനി അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. അതേസമയം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അവിടുത്തെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട്, എന്നാലും ഇത് മോശമായിപ്പോയി എന്ന് പറയുമ്പോൾ, എന്ത് മോശം സാർ എന്ന് ചോദിക്കുമ്പോൾ, എന്നാലും ഇതൊരു ഓഫീസല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായില്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം കണ്ട് തന്നെ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോ ആണെങ്കിൽ അയാൾ ഫോണിൽ ഓണാക്കി കാണിച്ചു കൊടുക്കുകയാണ് വിഷ്ണുവിനെ ശാലിനി ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നത്. അന്നേരം വിഷ്ണു ഇങ്ങനെ എല്ലാവരെയും ശ്രദ്ധിക്കുമ്പോൾ ഫോൺ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാലും ഇത് ഇത്രത്തോളം വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. അന്നേരം അകത്തേക്ക് ചെല്ലുന്ന ശാലിനി ഇങ്ങനെ അനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും തമ്മിലൊരു അടക്കം പറച്ചിലും ചോദിക്കുമ്പോൾ ഒരു മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ശാലിനിയും കാണിക്കുകയാണ്. ശാലിനി ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നോക്കി നിൽക്കുകയാണ്. അന്നേരം ചതിച്ചത് നമ്മളിൽ ആരാണെന്ന് അറിയില്ല, എന്നാലും ഇത് വൈറലായി എന്നിങ്ങനെ പറയുമ്പോൾ എഡിയും വന്നിട്ടുണ്ടോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ജോൺ സാർ ആയിരിക്കുമോ എന്നിങ്ങനെ അനുപല്ലവി ചോദിക്കുകയാണ്. അന്നേരം വേറെ ആരും ആയിരിക്കില്ല, അയാൾ തന്നെ ആയിരിക്കും, ഇത്രയ്ക്ക് തരംതാണ പരിപാടി വേറെ ആരും ചെയ്യില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ അകത്തേക്ക് കയറി വരികയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ അനുപല്ലവി നോക്കുമ്പോൾ അനുപല്ലവി അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം ഇത് ചെയ്തത് ആരാണെന്ന് എനിക്കറിയാം, എൻ്റെ കുരവള്ളി ഞാൻ പിടിച്ച് പുറത്തിടും എന്നിങ്ങനെ വിഷ്ണു ജോണിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അന്നേരം എടുത്തു ചാടി ഒന്നും ചെയ്യരുത് വിഷ്ണുവേട്ടാ, സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലാണ് അവൻ കളിച്ചിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്താലും അത് കൂടുതൽ 1-10 വെളിയിൽ വരത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നാണോ, അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തോടെ വിഷ്ണു അങ്ങ് ഇറങ്ങി പോവുകയാണ്. അന്നേരം ശാലിനിയാണ് വിഷ്ണുവേട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു ഒന്നും കേൾക്കുന്നില്ല, അങ്ങ് ഇറങ്ങി പോവുകയാണ്. ഇതേസമയം അവിടെ ഹോസ്പിറ്റലിൽ ശ്യാമ രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിത്തെ ഒന്ന് പോയി ചോദിക്കുക, ഡിസ്ചാർജ് ആയാൽ നമുക്ക് വീട്ടിൽ പോകാം, എത്ര ദിവസം ഇങ്ങനെ ഒരേ കിടപ്പ്, ഇടയ്ക്ക് വന്ന് ഡ്രസ്സ് ചെയ്താൽ മതിയല്ലോ, ഞാൻ മടുത്തു എന്നൊക്കെ പറയുമ്പോൾ, താൻ വിചാരിക്കുന്ന പോലെയൊന്നും പറ്റില്ല, അത് ഡോക്ടർ പറയണം, അവരൊന്ന് പരിശോധിച്ചിട്ട് ഭേദമായൊന്ന് പറയണം, എങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു നേഴ്സ് വരുന്നുണ്ട്, ബില്ല് കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഡിസ്ചാർജാണ്, ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പോയാൽ മതി, ബില്ലടച്ചോളൂ എന്ന് പറയുമ്പോൾ എന്നിട്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ശ്യാമയ്ക്ക് ആകെ സന്തോഷം വന്നുണ്ട്, ഇപ്പോൾ സന്തോഷമായല്ലോ, താൻ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നല്ലോ എന്ന് പറയുകയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കി പോകാനുള്ള റെഡി ആവുകയാണ്. ഈ സമയത്ത് സത്യഭാമയും രാഘവൻ നായരും കൂടി ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് രാഘവൻ നായർ പറയുകയാണ്, ഇതേ നമുക്ക് അയാളോട് ചോദിക്കാമെന്ന് പറഞ്ഞ് ഒരു അറ്റൻഡറെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എടോ ഇവിടെ എന്തോ വെടിപ്പ് ബഹളമൊക്കെ ഉണ്ടായല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആർക്കും ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല, വെടിവെച്ചവരൊക്കെ ഓടിപ്പോയി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഭാമയ്ക്ക് ഇങ്ങനെ ആശ്വാസമാവുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ടെങ്കിൽ നമുക്കവരെ റൂമിൽ പോയി കാണാമെന്നും പറഞ്ഞ് അവരകത്തേക്ക് കയറുമ്പോൾ ഈ രോഹിത്തും ശ്യാമയും കൂടി റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. രോഹിത്ത് ബില്ലടയ്ക്കാനായിട്ട് പോവുകയാണ്, ശ്യാമയും കൂടെ ഇറങ്ങുന്നുണ്ട്. അന്നേരം ധന്യ ഡോക്ടർ അവിടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ആ ശ്യാമയെന്നും പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അന്നേരം ശ്യാമയുടെ അമ്മയെ ഞാൻ കണ്ടിരുന്നു, പിന്നീട് കാണാമെന്ന് പറഞ്ഞു, പക്ഷെ തിരക്ക് കാരണം ഒന്നും പറ്റിയില്ല, ഡിസ്ചാർജ് ആയോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, കുഴപ്പമൊന്നുമില്ല എന്ന് ശ്യാമ പറയുകയാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കും, ഞാൻ ബില്ലടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് രോഹിത്ത് ബില്ലടയ്ക്കാനായിട്ട് പോവുകയാണ്. തുടർന്ന് ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, ധന്യ ഡോക്ടർ ചോദിക്കുകയാണ്, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തൊട്ടു പിന്നിൽ സത്യഭാമ വന്ന് നിൽക്കുകയാണ്. ഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു.
ചോദിക്കുന്നുണ്ട് ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന്. അത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ, പറയുന്നതെന്ന് കാണിക്കുന്നില്ല. പക്ഷേ ആ ഒരു ഇരട്ട കുട്ടികളുടെ കാര്യം അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമ മറഞ്ഞെന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സത്യഭാമ ശ്യാമയോട് ചോദിക്കുമ്പോൾ ശ്യാമ കറക്റ്റായിട്ടുള്ള ഉത്തരം അവിടെ കൊടുക്കില്ല. പക്ഷേ പിന്നീട് ധന്യ ഡോക്ടർ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ ഭാമ ചോദിക്കുകയും അവിടെ നിന്ന് കാര്യങ്ങൾ അറിയുമെന്നാണ് തോന്നുന്നത്. ആ ഒരു പ്രൊമോയിൽ എന്ന പോലെ കാണിക്കുന്നുണ്ട് സത്യങ്ങൾ അറിയുന്ന സത്യഭാമ എന്നുള്ളത്. അപ്പോൾ മിക്കവാറും ഭാമ ഇവിടെ ആ ഒരു രഹസ്യങ്ങളെല്ലാം അറിയുമായിരിക്കും. അതിനുശേഷമാണ് ഇവരെല്ലാവരും കൂടി ആ ഒരു വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്ന എപ്പിസോഡുകളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി അവിടെ പോയി താമസിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇനി വരും നല്ല നല്ല എപ്പിസോഡുകളാണ്, അതൊക്കെ കാണാം. പിന്നീട് ആ ശാലിനി ADMന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതും കാണാം. ഓക്കെ, താങ്ക് യു.